ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഷുഗർ രോഗികൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട മരുന്നിനെ പറ്റിയാണ്. പലപ്പോഴും നമുക്കറിയാം, വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത് നമ്മൾ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഗുളികയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ PSC വരെ ലഭ്യമാണ്. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലിമിപ്രവർ എന്ന ഗുളികയായിരിക്കും, കുഞ്ഞു ഗുളിക. അത് പെട്ടെന്ന് ഷുഗർ താക്കും. മെറ്റ്ഫോമിനെ നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് മെറ്റ്ഫോമിൻ ഗുളികയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതോ വേറെ പുതിയ ഗുളികളുണ്ടോ എന്നതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ്, കാർ മെഡിക്കൽ സെൻ്റർ പാല. ഇപ്പം പുതിയ മരുന്നുകൾ നമുക്കറിയാം, പുതുതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഷുഗർ രോഗികൾക്ക് പറ്റിയ മരുന്ന് GLP-1 അനലോഗ്സ് എന്ന് പറയും. അത് ഗുളികയായിട്ടുമുണ്ട്, ഇഞ്ചക്ഷൻസ് ആയിട്ടുമുണ്ട്. അതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് കുറയും. അപ്പം 1 ഒക്കെയുള്ള ഷുഗർ രോഗികളാണെങ്കിൽ നമ്മൾ ഡെയിലി ഓരോ ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ വീക്കിലി എടുക്കാവുന്നതുകൊണ്ട് ഷുഗറും കൺട്രോൾ ചെയ്യും, വെയിറ്റും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് മെറ്റ്ഫോമിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസണാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. മെറ്റ്ഫോമിൻ നമുക്കറിയാം, ഇന്ത്യ പോലെ രാജ്യത്ത് ഒരുപാട് സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കൊരു മരുന്ന് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെറ്റപ്പിലോ മേടിക്കാൻ പാടുള്ളവരുണ്ട്. അവർ കൂടുതലും ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിക്കാം. അവർക്ക് മെറ്റ്ഫോമിൻ കുഴപ്പമില്ല, കാരണം അവരെ സംബന്ധിച്ചോളം ഒരു പണം മുടക്കി മരുന്ന് മേടിക്കാൻ അവർക്ക് താല്പര്യം അല്ലെങ്കിൽ അവർ കഴിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെറ്റ്ഫോമിൻ ഗുളിക തന്നെ കൊടുക്കേണ്ടി വരും. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം മെറ്റ്ഫോമിനുള്ള സൈഡ് എഫക്റ്റ് ചിലപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കും, ഡിസ്പെപ്സിയ, ഇൻഡൈജഷൻ, ചിലപ്പോൾ വോമിറ്റിംഗ്, നോസിയ, വയറ്റപ്പളം, ഗ്യാസ്, അസിഡിറ്റി ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മെറ്റ്ഫോമിൻ കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം നമുക്ക് വലിയ വെയിറ്റും ഇല്ല, അധികം വണ്ണവും ഇല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റ്ഫോമിൻ കഴിയാൻ വെയിറ്റ് കുറയ്ക്കാം. വെയിറ്റും നമുക്ക് വലിയ കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ വെയിറ്റ് നോർമലാണ്, വയറ്റിലും പ്രശ്നമാണെങ്കിൽ മെറ്റ്ഫോമിൻ അല്ലാത്ത ഗുളിക കഴിക്കാൻ പറ്റും. അതായത് SGLT2 ഇൻഹിബിറ്റർ അല്ലെങ്കിൽ GLP-1 അനലോഗ്സ് എന്ന് പറയും. അപ്പം നമ്മൾ GLP-1 അനലോഗ്സിനെ പ്രത്യേകിച്ച് മെറ്റ്ഫോമിൻ ഇൻസുലിൻ നമുക്ക് അസിസ്റ്റൻസിന് കൊടുക്കാൻ പറ്റുമെങ്കിലും ബാക്കി ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ മെറ്റ്ഫോമിൻ അഡ്രസ്സ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, അത് ഇൻഫ്ലമേഷൻ കൂട്ടുന്നുണ്ട്, നമ്മൾ ബ്ലഡ് കട്ട പിടിക്കാൻ ടെൻഡൻസി ഉണ്ട്, കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും മെറ്റ്ഫോമിൻ തടയാൻ പറ്റുന്നില്ല. പക്ഷേ GLP-1 അനലോഗ്സ് ആകുമ്പം അത് കൂടുതലായിട്ട് ഈ മേഖലയിൽ ആക്ട് ചെയ്യും. ഓംനിസെപ്റ്റൻ 8 കാര്യങ്ങളിൽ 6 കാര്യവും തടയാനും GLP-1 അനലോഗ്സിന് പറ്റും. നമുക്ക് ഒരു പതോളജിക്കലായിട്ട്, അതായത് നമ്മളൊരു ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ലിവറിലെ മസിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ച് പറഞ്ഞാൽ സ്വീറ്റ് സിസ്റ്റി എന്ന് പറയും. ഒരു 16 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഷുഗർ രോഗികൾ വരുന്നുണ്ട്. അതിന് ഒരു നല്ല പങ്കും മെറ്റ്ഫോമിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മെറ്റ്ഫോമിൻ നമുക്ക് ഒരു ഇൻസുലിൻ സെൻസിറ്റൈസർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ലിവറിൽ അല്ലെങ്കിൽ മസിൽ സെല്ലിൽ അല്ലെങ്കിൽ ആഡിപ്പോസൈറ്റിലൊന്നും ഒരു ഇൻസുലിൻ സെൻസിറ്റൈസ് ചെയ്യുന്ന ഇൻസുലിൻ കൂടുതലായിട്ട് ഉണ്ടാക്കണം. പാങ്ക്രിയാസ് ബീറ്റാസിന് ഓൾറെഡി നമുക്ക് പാങ്ക്രിയാസിലെ ബീറ്റാസിൽ കുറച്ച് ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനെ നമുക്ക് മെറ്റ്ഫോമിൻ നമ്മൾ സഹായിക്കുന്നില്ല. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല, ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ മെറ്റ്ഫോമിൻ വഴിക്ക് നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പുതിയ തരത്തിലുള്ള ഡ്രഗ്സ് GLP-1 അനലോഗ്സ് അല്ലെങ്കിൽ SGLT2 ഇൻഹിബിറ്റേഴ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കോസ്റ്റ് വൈസ് നോക്കുമ്പം ഇത് രണ്ടും നോക്കുമ്പോൾ മെറ്റ്ഫോമിൻ വളരെ ചീപ്പാണ്, നിസ്സാര വിലയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രി ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ മറ്റേ മരുന്നൊക്കെ നമുക്ക് നല്ല വിലയുണ്ട്. പ്രത്യേകിച്ച് GLP-1 അനലോഗ് ആകുമ്പം ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരു മാസത്തിനൊക്കെ ഒരു 3000 രൂപയൊക്കെയാവും. അതേസമയം നമ്മൾ ആഴ്ചയിലെടുക്കുന്ന ഇഞ്ചക്ഷനൊക്കെ ആകുമ്പോഴത്തേനും ഒരു 6000 രൂപ, അതിൻ്റെ ഇരട്ടി വരും. അപ്പോൾ അതേപോലെ അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വരികയില്ല. നമുക്ക് വെയിറ്റ് കുറയണം, ഷുഗർ കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, ഹാർട്ട് അറ്റാക്ക് വരാൻ പാടില്ല, BP കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയബറ്റീസ് മേഖല ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതും തടയണം. അപ്പോൾ അവർക്കൊരു ബെറ്റർ ചോയ്സാണ് മെറ്റ്ഫോമിനായിട്ട് കമ്പയർ ചെയ്യുമ്പം GLP-1 അനലോഗ്സ്. ഇന്നിപ്പം അതിൻ്റെ പ്രൈസ് ഇത്തിരി കുറഞ്ഞ് വരുന്നുണ്ട്, എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്, വെയിറ്റ് അധികം കുറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഷുഗർ കുറയണം, വെയിറ്റ് കുറയണം, ഹാർട്ടിനുള്ള തടസ്സങ്ങൾ കുറയണം, പാങ്ക്രിയാറ്റിക് ബീറ്റാസിനെ പ്രിസർവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ മരുന്നിലേക്ക് നമ്മൾ പോകേണ്ട, മെറ്റ്ഫോമിനെ മാറ്റി നിർത്തി GLP-1 അനലോഗ്സിലേക്ക് പോകേണ്ടി വരും. അത് നമുക്ക് ഇയർലി കോംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ ന്യൂറോപ്പതിയൊക്കെ തടയാൻ നമുക്ക് ഒരുപാട് സഹായിക്കും. കൂടാതെ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, അതായത് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്കും തടയുകയും ചെയ്യും. അങ്ങനെ നമ്മൾ മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്ന തെറ്റില്ല, പക്ഷേ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും മറ്റു മരുന്നുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കും GLP-1 അനലോഗ്സ് അല്ലെങ്കിൽ പുതിയ മരുന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കി ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.